ഇന്നത്തെ വീഡിയോ ബീഫ് വടയുടെ റെസിപ്പിയാണ്. ബീഫും വെജിറ്റബിൾസൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ വട കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പം ബീഫ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ചിക്കനിലാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വട ഉണ്ടാക്കാനായിട്ട് ആദ്യം വെജിറ്റബിൾസും സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം. വേറെ വെജിറ്റബിൾസ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ക്യാരറ്റും ക്യാബേജും തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത്. എടുക്കുമ്പോൾ ഏകദേശം രണ്ടും കൂടെ തുല്യ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ബീഫ് വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ബീഫ് അടിക്കുമ്പം ഒരുപാട് അരഞ്ഞു പോകാതെ നോക്കണം. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ. ഇതിപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ടാണ് ഞാൻ ബീഫ് വേവിച്ചിരിക്കുന്നത്. വെജിറ്റബിൾസും ബീഫും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ഇട്ട് കൊടുക്കാം. പൊടികളും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി 1-2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കിയെടുക്കണം. വെജിറ്റബിൾസും ബീഫും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. രണ്ടും തുല്യ അളവിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കടലമാവ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വടയ്ക്ക് കടലമാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നോട്ട് നിൽക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ ബീഫ് വെന്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. മിക്സിങ് അത്യാവശ്യം സമയം എടുത്ത് വേണം ചെയ്യാൻ. എല്ലാം നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ വടയൊട്ടും സോഫ്റ്റ് ആകത്തില്ല. ഇനി വട ഷേപ്പ് ചെയ്തെടുക്കാം. വട ഷേപ്പ് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ്. ചെറിയ ഉരുളകളാക്കി എടുത്ത ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് കൈവിരൽ കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ കൈ നനച്ചിട്ട് വേണം ഷേപ്പ് ചെയ്ത് തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം കയ്യിലൊട്ടി പിടിക്കും. ഇനി വട ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകും. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വടയൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരേ സമയം ഒരുപാട് എണ്ണ ഇട്ട് കൊടുക്കരുത്. അകത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. വട ഉണ്ടാക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ വട പെട്ടെന്ന് കരിഞ്ഞു പോകും. രണ്ട് വശവും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് വശവും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും വട എടുക്കാവുന്നതാണ്. ഒരുപാട് നേരം എണ്ണയ്ക്കകത്ത് ഇട്ടുകൊണ്ടിരുന്നാൽ അത് വല്ലാണ്ട് ഉണങ്ങിപ്പോകും. അങ്ങനെയാകുമ്പോൾ പിന്നെ വട കഴിക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ആയിരിക്കത്തില്ല. വട റെഡിയായിട്ടുണ്ട്. ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ബീഫ് കൊണ്ടുള്ള വട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു തവണ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.